നമ്മൾ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പൈസ ഉള്ളവർ വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കും, പൈസ ഇല്ലാത്തവര്. എന്റെ കയ്യിൽ ഇന്നലെ 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. സ്പോട്ടിൽ എന്റെ ലാഭം 20 ലക്ഷം രൂപ. എന്റെ കയ്യിൽ 5 ലാഭമായി പോയി. അപ്പൊ എന്നെ നഷ്ടം എത്ര? 20. 5 ഉള്ളവർ 20 ഉണ്ടാക്കും, 30 ഉണ്ടാക്കും, 50 ഉണ്ടാക്കും, ഇല്ലാത്തവന് വിടും. അതിന് ഞാൻ എക്സാമ്പിൾ പറയാം. ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളത് കടലിലാണ് എന്ന് വെച്ചിട്ട് പുഴകളെല്ലാം മരുഭൂമിയിൽ വെള്ളമില്ല എന്ന് വെച്ചാൽ മരുഭൂമിയിലേക്ക് ഒഴുകുന്നില്ല, അത് പിന്നെയും കടലിലേക്ക് തന്നെ ഒഴുകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള സ്ഥലത്തേക്കാണ് പിന്നെയും വെള്ളം ചെല്ലുന്നത്. അതായത് പൈസ ഉള്ളവരുടെ കയ്യിലേക്ക് വീണ്ടും വീണ്ടും പൈസ വരാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വരും. പൈസ ഉള്ളവർ വീണ്ടും വീണ്ടും റിയൽ എസ്റ്റേറ്റിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 100 കോടി രൂപയുടെ ബിൽഡിംഗ് വാങ്ങാന്ന് വിചാരിക്കുക. ഈ 100 കോടിയുടെ ബിൽഡിംഗ് വാങ്ങാൻ 100 കോടി വേണ്ട, 30 കോടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള 70 കോടി ബാങ്ക് ഫൈനാൻസ് ചെയ്യും. ആ 30 കോടിക്ക് പറയുന്നത് ഇക്വിറ്റി എന്നാണ്. ആ 30 കോടി രൂപ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ബിൽഡിംഗ് മൊത്തം വാങ്ങുമ്പോൾ ബാക്കിയുള്ള 70 കോടി രൂപ ബാങ്ക് ഫൈനാൻസ് ചെയ്യും. അപ്പൊ ഈ ബിൽഡിംഗിന്റെ ടോട്ടൽ ബിൽഡിംഗിന്റെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ബാങ്കിൽ അടക്കുന്ന EMI ക്കാട്ടും കൂടുതലായിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു വലിയ വെൽത്ത് ആ ബിൽഡിങ്ങിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആകെ ഇൻവെസ്റ്റ്മെന്റ് 30 കോടി രൂപ. ഇനി ആ ബിൽഡിംഗ് ഒരു വർഷം കഴിയുമ്പോൾ ആ ബിൽഡിംഗിന്റെ വില 100 കോടി എന്നുള്ളത് 120 കോടി ആയാൽ 30 കോടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആൾക്ക് 20 കോടിയാണ് പ്രോഫിറ്റ്. അതായത് 100 കോടിയുടെ പ്രോപ്പർട്ടിക്ക് 30 കോടി മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ബാക്കി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ പ്രോപ്പർട്ടി ഒരു വർഷം കഴിയുമ്പോൾ 120 കോടി ആയാൽ 20 കോടി രൂപയാണ് പ്രോഫിറ്റ്. അതായത് 66% റിട്ടേൺ ഓഫ് ഇക്വിറ്റി ആണ് തരുന്നത്. ദാറ്റ്സ് എ പവർ ഓഫ് ലിവറേജ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 30 കോടി ആ ബിൽഡിംഗിൽ ഇറക്കാൻ ആദ്യം പൈസ വേണം. അപ്പൊ പൈസ ഉള്ളവർക്ക് മാത്രമേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ നിങ്ങൾ ഓപ്പർച്യൂണിറ്റിയിൽ മുമ്പോട്ട് വരികയുള്ളൂ.